ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളോടുള്ള ഒരു ചിന്തകൾ, അതായത് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത്. ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിലെ പോസിറ്റീവായ കാര്യങ്ങളെ കമന്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യിക്കാതിരിക്കാൻ നോക്കണം. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്തു പോവുക. ഓക്കെ. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത്, ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ മാക്സിമം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് കൂടുതൽ റെസനേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് അട്രാക്റ്റ് ആക്കുകയും ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട്, വളരെയധികം പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് സ്ട്രോങ് ബോണ്ടിങ്ങിലൂടെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ടേക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ആ ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ പറയുക, അവരുടെ മുഖം നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക, നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ തീർത്ത് നിങ്ങളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഓറ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ആവാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു വേദനാജനകമായ ഒരു അവസ്ഥ, പൂർണ്ണമായിട്ടും ബ്രേക്കപ്പ് ആയി പോയിട്ടില്ല എങ്കിൽ കൂടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരു അകൽച്ചയിലാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് നിൽക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ കാര്യത്തിൽ തിരിഞ്ഞു നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നിങ്ങൾ രണ്ടുപേരും രണ്ട് ദിക്കിലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. സ്നേഹം നിറഞ്ഞ ഒരു കപ്പുമായിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴും ആ ഒരു person നിങ്ങൾക്ക് എതിരെ തന്നെ തിരിഞ്ഞു നടന്നു പോവുകയാണ് അവര്. നിങ്ങൾ ശ്രദ്ധിക്കാതെ നടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് വേദനിക്കുന്ന വ്യക്തികളാണ്. മേ ബി നിങ്ങൾ ഒരുപാട് വേദനിച്ച് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ക്രോസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിനൊരു കരഞ്ഞൊരു പക്വത അല്ലെങ്കിൽ ഒരു പാകത വന്ന അവസ്ഥ, ആ ഒരു രീതിയിലേക്ക് പോയ വ്യക്തികളുണ്ട്. അല്ലാതെ നിൽക്കുന്ന വ്യക്തികളുമുണ്ട്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ അടുത്ത ലേറ്റസ്റ്റ് ആയിട്ടായിരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു റീഡിംഗ് കാണുന്ന വ്യക്തികൾക്ക് കൂടുതലായിട്ട് റെസനേറ്റ് ആവുക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പൊ എന്തായാലും ഒരു ബ്രേക്കപ്പ് പോലെ നിൽക്കുന്ന അവസ്ഥയാണ്. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് സ്നേഹത്തിന്റെ കാര്യത്തിൽ വലിയ രീതിയിൽ നിങ്ങളുടെ മനസ്സുകൾക്ക് മുറിവേറ്റ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അതിന്റെ റീസൺ ആയിട്ട് നമുക്കിവിടെ 5 wands വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഒരു ഫാമിലിയോ ഫ്രണ്ട്സോ എല്ലാവരും തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പുറത്തു നിന്നുള്ള വ്യക്തികളും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇത്രത്തോളം പ്രശ്നങ്ങളെ രൂക്ഷമാക്കാൻ കാരണമായിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളും ഈ ഒരു വ്യക്തിയും മാത്രമായിട്ട് ഇതിൽ നിന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുമായിരിക്കാം എങ്കിൽ പോലും നിങ്ങളെ ഒരുപാട് മനസ്സിലാക്കിയ വ്യക്തിയാണ് ആ ഒരു വ്യക്തി. അതുപോലെ അവരെയും നിങ്ങളെപ്പോലെ മറ്റാരും ഒരുപക്ഷെ ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഒരുപക്ഷെ നിങ്ങൾക്കത് പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. പുറത്തു നിന്നുള്ള വ്യക്തികൾ, അതായത് ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെയുള്ള എല്ലാവരും തന്നെ ഇതിനകത്തേക്ക് കയറി ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലേക്ക് പോവുകയും അതിന്റെ ഒരു പ്രതിഫലമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് എന്ന പോലെ നിങ്ങളിപ്പോ രണ്ട് ദിക്കിൽ ഇരിക്കേണ്ടി വന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ഒരു വലിയ മതിൽ വന്നു.
നിങ്ങൾ വളരെയധികം സ്നേഹത്തോടു കൂടി മുന്നോട്ടേക്ക് പോയ വ്യക്തികളാണ്. ലവേഴ്സ് കാർഡ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ആയിട്ട് നമുക്കിവിടെ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി അത്രത്തോളം ഒരു തീവ്രമായ പ്രണയം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു എന്താ പറയാ പാഷനേറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച വ്യക്തികളാണ് നിങ്ങൾ. രണ്ടുപേർക്കും ഒരേ ഫീലിങ്സ്, രണ്ടുപേർക്കും ഒരേ ചിന്താഗതി, അങ്ങനെ എല്ലാ രീതിക്കും നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരേ രീതിയിലുള്ള ടേസ്റ്റിലൂടെ മുന്നോട്ടേക്ക് വന്ന വ്യക്തികളാണ്. അപ്പൊ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് നമുക്കിവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ഇൻക്ലൂഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. അത് ഫാമിലി ആകാം, വ്യക്തികളാകാം, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബേസ് ചെയ്ത് നിങ്ങൾ അത് എടുക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ പുറത്തു നിന്നുള്ള ആളുകളുടെ ഇടപെടലും കൂടെ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ആയിട്ട് വന്നപ്പോൾ അതെല്ലാം തന്നെ നിങ്ങളുടെ കൈ വിട്ടു പോയ ഒരു സിറ്റുവേഷൻ ആണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തീർത്തും ഒരു വേദനാജനകമായ സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതുന്ന ഒരു രീതിയിലുമായിരിക്കാം ഈ റിലേഷൻഷിപ്പ്. എല്ലാ രീതിക്കും ഹൃദയം മുറിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ. വളരെയധികം പൂത്ത് തളർത്ത് മുന്നോട്ടേക്ക് പോയ ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊ ആകെപ്പാടെ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അതിന് നിങ്ങളുടെ ഈ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും അതിലൊരു കാരണവും ആയിട്ടുണ്ട്. എല്ലാത്തിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ. നിങ്ങളെ ഒന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല ആ ഒരു വ്യക്തി. നിങ്ങളുടെ രീതികളും കാര്യങ്ങളും അറിയാമെങ്കിലും നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിനെ, നിങ്ങളുടെ ആ ഒരു മനസ്സിനെ മനസ്സിലാക്കേണ്ട കറക്റ്റ് സിറ്റുവേഷനിൽ മനസ്സിലാക്കാതെ പോയ വ്യക്തികളാണ് അവര്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, അപ്പൊ നിങ്ങളുടെ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പൊ കുറച്ച് ഇങ്ങോട്ടേക്ക് ആയി എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു വ്യക്തി ഇപ്പൊ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നഷ്ടബോധത്തോടു കൂടി തന്നെയാണ്. കാരണം അവരുടെ ലൈഫിൽ ഇപ്പൊ അവർ മാറി നിന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളൊക്കെ അവരെ ഇതിൽ നിന്ന് മാറ്റാനായിട്ടായിരിക്കാം കൂടുതലായിട്ട് പ്രേരിപ്പിച്ചിരുന്നത്. അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. എന്താണെങ്കിലും അവർക്ക് നിങ്ങളെ വളരെയധികം ഒരു നഷ്ടത്തോടു കൂടിയാണ് അവരിപ്പോ നോക്കുന്നത്. അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ, പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയോ, ആ ഒരു ചിന്തകളൊക്കെ ഈ ഒരു പേഴ്സണെ വല്ലാതെ അലട്ടുന്നുണ്ട്. അവർക്ക് നിങ്ങളോടുത്ത് അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്ന വ്യക്തികൾ തന്നെയാണ്. പക്ഷേ കാലത്തിന്റെ ഒരു കുത്തൊഴുക്കിൽ പെട്ടിട്ട് അവർക്ക് ചില കാര്യങ്ങളിൽ അവരുടെ മനസ്സ് ഇടറി പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇപ്പൊ അവർ ചിന്തിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയോ എന്നൊരു എനർജിയിലാണ്. അവരിപ്പോ തീർത്തും മുന്നോട്ടേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഒരു ഹെർമിറ്റ് എനർജിയിലാണ്. തീർത്തും ഏകാന്തമായിട്ടുള്ള ഒരു അവസ്ഥ. ഏകാന്തമായിട്ടെന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. നഷ്ടബോധം ഇപ്പോഴാണ് അവർക്ക് വന്നു തുടങ്ങിയിരിക്കുന്നത് ജീവിതത്തിൽ. ഇത്രത്തോളം പ്രശ്നങ്ങളിലേക്ക് ഇതിനെ എത്തിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊരു ചിന്ത ഇവരുടെ മനസ്സിൽ ഇപ്പൊ തോന്നി തുടങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിനേക്കാൾ നല്ല രീതിയിൽ പരിഹരിച്ചു പോകാമായിരുന്നു. സ്വയം തെറ്റ് ചെയ്തു എങ്കിൽ പോലും ഒരു അവസരം കൊടുത്തിട്ട് ആ നിങ്ങൾ പറയുന്ന കേൾക്കുകയും നിങ്ങളോട് സംസാരിക്കുകയും ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ഇനി ചിലപ്പോൾ രണ്ടുപേരും തമ്മിൽ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ മാത്രം നിന്നിട്ട്, നിങ്ങളുടെ രണ്ടുപേരുടെയും ഉള്ളിൽ മാത്രം നിന്നിട്ട് ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. കാരണം നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾ കണക്ഷൻ അത്രത്തോളം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് ആയിരുന്നു. അത് ഈ വ്യക്തിക്കും അറിയാം. പക്ഷേ ഇവരായിട്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്ന ഫാമിലി കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യിച്ചത്. എല്ലാവരോടും പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇമ്മച്വർ പേഴ്സണാലിറ്റി ആ ഒരു രീതിയിലുള്ള വ്യക്തികളാണ് നിങ്ങളുടേത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർ ഇത്രത്തോളം ഇത് പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചത്. ഇപ്പൊ ഇത് ഇവരുടെ കൈവിട്ട് പോയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ കൈവിട്ട് പോയി നിൽക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ അവർക്കൊരു നഷ്ടബോധം ഭയങ്കരമായിട്ട് അവരുടെ ഉള്ളിലേക്ക് അലയടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരൊരു ഹെർമിറ്റ് എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇനിയിപ്പോ ഇതിനകത്തേക്ക് ചെയ്യേണ്ടത് എന്നൊരു ചിന്താഗതിയിലാണ് അവര്. ഈ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ജഗ്ലിംഗ് സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ആടി ഉലഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. എന്ന് വെച്ചാൽ വേണോ വേണ്ടയോ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകുമോ ഇല്ലയോ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ എനർജിയിൽ ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾക്കും ഒരു പക്ഷേ ആ ഒരു കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. എങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല രീതിയിൽ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജിയും നമുക്കിവിടെ കാണുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവിടുത്തെ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളിൽ പല വ്യക്തികളും ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികൾ നിങ്ങളും കുറച്ചധികം ബോൾഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. സിറ്റുവേഷൻസ് കൊണ്ട് തന്നെ നിങ്ങളുടെ ക്യാരക്ടറിൽ കുറച്ചധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളും കുറച്ചൊരു ദേഷ്യം കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികൾ തന്നെയായിട്ട് കാണുന്നുണ്ട് നമുക്കിവിടെ നോക്കുമ്പോഴേക്കും. ദേഷ്യത്തെക്കാൾ കൂടുതൽ നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള വുമൺ അല്ലെങ്കിൽ മെൻ ആയിട്ട് ഒരു പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ട് മാറിയതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെയുള്ള ഒരു വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിനെ തന്നെയാണ് സത്യത്തിൽ ഇവരെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്നത്.
അവർക്ക് നിങ്ങളുടെ രീതികള് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. നിങ്ങൾ ഇത്രത്തോളം നിങ്ങൾ ഭയങ്കരമായ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തികളാണ്. പക്ഷെ നിങ്ങളുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ആണ്. ഈ വ്യക്തിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ്. അതിൽ മാത്രമേ നിങ്ങൾ വീഴുകയുള്ളൂ എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് നല്ലപോലെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു വലിയ രീതിയിൽ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളിലേക്ക് കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കിയത്. പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആക്കിയെങ്കിൽ പോലും ഇത്രത്തോളം ഇത് കൈവിട്ട് പോകും എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ഈ റിലേഷൻഷിപ്പ് ആകെപ്പാടെ ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു ചിന്തകൾ അല്ലെങ്കിൽ അവർ എന്താണ് ഇപ്പോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ തന്നെ കാണിച്ചിരിക്കുന്നത് നഷ്ടബോധം തന്നെയാണ്. അവരുടെ മനസ്സുകൊണ്ട് അവർ ചിലപ്പോൾ പുറത്ത് കാണിക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ ഒരുപക്ഷേ ഈ ഒരു വ്യക്തിയെ കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരിക്കാം. പക്ഷെ മേ ബി നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചിലർക്ക് മനസ്സിലായി കാണും, ചിലർക്ക് മനസ്സിലായി കാണില്ല. അപ്പൊ ഈ ഒരു എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെന്തായാലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നഷ്ടബോധത്തോടു കൂടി തന്നെയാണ്. പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ഭയം അവരുടെ ഉള്ളിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ അവർ അവരുടെ കൂടെയുള്ള ഒരു ഫാമിലി ഫ്രണ്ട്സിനെ എല്ലാവരും അവരായിട്ട് തന്നെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. കാരണം അവരൊക്കെ ഇവര് തന്നെയാണ് അവരെ വിളിച്ചു കൂട്ടിയത് എങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു സമയത്ത് അവരും കൂടെ വന്നിട്ടാണല്ലോ ഇത്രത്തോളം ഈ ഒരു പ്രശ്നം ഉണ്ടായത്. നിങ്ങൾ ഈ വേദനിച്ച സിറ്റുവേഷനിലൂടെ തന്നെ നിങ്ങളുടെ വ്യക്തിയും പോകുന്നുണ്ട്. അവരൊരുപക്ഷെ അത് പുറത്ത് കാണിക്കുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പൊ ഇപ്പൊ എന്തായാലും അവർ എല്ലാവരെയും തന്നെ മാറ്റി നിർത്തിയിട്ട് ഒരു ഹെർമിറ്റ് എനർജിയിലാണ് പൂർണ്ണമായും നിൽക്കുന്നത്. ഏകാന്തമായിട്ട് സ്വയം വിശകലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഒരു സത്യാന്വേഷണ പാതയിലൂടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് സ്വയം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. സ്വയം കണ്ടെത്തി തിരുത്താൻ തയ്യാറാകുന്നു. അവർ ആഗ്രഹിക്കുന്നുണ്ട് നഷ്ടപ്പെട്ടു പോകാതെ ഈ ഒരു സ്നേഹത്തിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കണം. അതിനകത്തൊക്കെ പുതുനാമ്പുകൾ മൊട്ടിട്ട് അതിനെ വളർത്തിയെടുക്കണം. അതിന് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണോ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് അതിനെല്ലാം തന്നെ തയ്യാറാകണം. ആ ഒരു ചിന്തകളും ആ ഒരു പ്ലാനിങ്ങും ആണ് നിങ്ങളുടെ വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവര് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ അറിവുകൾ ശേഖരിക്കാൻ സാധിക്കുമോ അതിനെല്ലാം തന്നെ ഇവർ ശ്രമിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോടൊപ്പം തന്നെ ഇവർക്ക് അത്രത്തോളം വിശ്വാസമുള്ള വ്യക്തികളിൽ നിന്ന് ഇവർ കൂടുതലായിട്ടുള്ള കുറെ കാര്യങ്ങൾ സംസാരിച്ച് ഒരു എന്താ പറയാ ഇൻഫർമേഷൻസ് കൂടുതൽ അറിവുകൾ ഇവർ ശേഖരിക്കുന്നുണ്ട്. കാരണം ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കണം എന്നുള്ള ചിന്ത നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പൊ എന്തായാലും മാനസികമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് വന്ന് പരിഹരിക്കാനായിട്ട് അവർക്കൊരു ഭയം നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ഉള്ളിൽ ഒരു ഭയം നിൽക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രയും സ്നേഹവുമായിട്ട് ഇവരുടെ പുറകെ പോയിട്ടും അതിനകത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാതെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു നടന്നു പോയ വ്യക്തികളാണ്. നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു സ്നേഹത്തിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കാം നിങ്ങൾ ഒരു വീക്ക് ആവുന്നത്. മറ്റെല്ലാ രീതിയിലും നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തികൾ തന്നെയാണ് മറ്റെല്ലാ കാര്യങ്ങളിലും. ഈ ഒരു കാര്യം വരുമ്പോൾ മാത്രം കാരണം നിങ്ങൾ മനസ്സുകൊണ്ടിട്ട് ഈ ഒരു പേഴ്സണെ അത്രത്തോളം നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്, അത്രത്തോളം നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവർ ഇത്രയും പരിപാടികളൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്തായാലും നിങ്ങളുടെ ആ ഒരു വേദന ഈ ഒരു വ്യക്തിക്ക് തിരിച്ചു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവരിപ്പോ ഒരു ദുഃഖഭാരം ചുമക്കുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് ഈ ഒരു വിഷമവും ഈ ഒരു വിഷമം നിറഞ്ഞ ഭാണ്ഡക്കെട്ടുമായിട്ട് ചുമന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഈ ഭാണ്ഡങ്ങളെല്ലാം തന്നെ എവിടെയെങ്കിലും ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ മൊത്തത്തിൽ അതെല്ലാം ഉപേക്ഷിച്ച് ഒന്ന് ഫ്രീ മൈൻഡ് ആകണം എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിയുടെ തലയിൽ ഇങ്ങനെ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം ഇവരൊരു മാനസിക വിഷമം അനുഭവിച്ച് മുന്നോട്ടേക്ക് വരികയാണ്. അപ്പൊ ഇതിനൊരു ചേഞ്ച് വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം അവരൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായിട്ടും ഒരു മാറ്റം വേണം അവർക്ക്. മാറ്റം വന്നേ സാധിക്കുകയുള്ളൂ. കാരണം മാറ്റം വന്നാൽ മാത്രമേ അവരുടെ സന്തോഷങ്ങളെല്ലാം അവർക്ക് തിരിച്ചു ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ലൈഫിലേക്ക് അടുപ്പിച്ച വ്യക്തികളെ എല്ലാം തന്നെ മാറ്റി നിർത്തണം. ഈ ഒരു സമയത്ത് കുറച്ച് സ്വാർത്ഥമായിട്ട് തന്നെ ചിന്തിക്കണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. സ്വാർത്ഥമായിട്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ ഫാമിലി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആൾക്കാരെല്ലാവരും ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ഇപ്പൊ ഇവർ ചിന്തിക്കുന്നത് ഇവരുടെ ലൈഫിന് വാല്യൂ കൊടുക്കേണ്ട ഒരു സമയമാണ്. സ്വന്തം ജീവിതമാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു വാല്യൂ കൊടുക്കണം. അപ്പൊ ബാക്കി എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഇപ്പൊ ചിന്തിക്കേണ്ടത് സ്വന്തം ജീവിതത്തെ കുറിച്ചാണ്, നിങ്ങളെ കുറിച്ചാണ്, നിങ്ങളെ ഇവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ്. കാരണം നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം സക്സസ് ആയിട്ടുള്ള ഒരു ടൈം ആണ്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് ഇവരുടെ ലൈഫിൽ എന്ന പോലെ തന്നെ ഇവരുടെ ഒരു കരിയറിലൊക്കെ തന്നെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരു വ്യക്തികളാണ്. ഇവരുടെ ഒരു കരിയർ ഗ്രോത്തിനെല്ലാം തന്നെ നിങ്ങൾ വളരെയധികം ഒരു കാരണമായിട്ടുണ്ട്. ഇവരുടെ മുന്നോട്ടേക്കുള്ള യാത്രകളിൽ നല്ല നല്ല വഴികൾ പറഞ്ഞു കൊടുക്കുകയും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഇവരുടെ ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ അടുത്തേക്ക് ആശ്രയിക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അത് പറഞ്ഞു കൊടുക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇവരെക്കാൾ ഒരു പക്ഷേ ഇതിൽ കാണുന്ന വ്യക്തികൾ നിങ്ങളുടെ പേഴ്സണേക്കാൾ അത്ര വിദ്യാഭ്യാസമുള്ള വ്യക്തികളായിരിക്കില്ല. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലുള്ളവരും ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് വളരെയധികം അത് ഗുണം ചെയ്തിട്ടുണ്ട് അവരുടെ ലൈഫിൽ. അപ്പൊ നിങ്ങൾ അത്രത്തോളം ഒരു സക്സസ് ആയിട്ടുള്ള ഒരു വുമൺ അല്ലെങ്കിൽ മെൻ ആണെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം പ്രൗഡ് ആയിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ അവർക്ക് പറ്റിപ്പോയ ഒരു അബദ്ധമാണ്. ഒരു എടുത്തുചാട്ടത്തിന് ഒരു കിണറ്റിലേക്ക് എടുത്ത് ചാടിയിട്ട് ഇപ്പൊ തിരിച്ചു കയറാൻ പറ്റാത്തൊരവസ്ഥ. അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു അവസ്ഥ. തിരിച്ചു കയറാനായിട്ട് സാധിക്കും. പക്ഷെ ബുദ്ധിപൂർവ്വം ചെയ്തിട്ട് വേണം സാധിക്കാനായിട്ട്. അപ്പൊ ഇപ്പൊ എന്തായാലും ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ബാക്കി എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയും ലൈഫിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് സ്വയം ഒറ്റയ്ക്ക് ചിന്തിച്ചിട്ട് ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് അതിൽ നിന്നും കരകയറാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലായി. അവർക്കൊരു റിയാലിറ്റിയിലേക്ക് അവർ വന്നിരിക്കുന്നത് ഇപ്പോഴാണ്. കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഉള്ള ആളുകളെല്ലാം തന്നെ ഒരിക്കലും ജീവിതാവസാനം വരെ ഉണ്ടാകുന്ന വ്യക്തികളല്ല. എപ്പോഴും കൂടെ ഉണ്ടാകുക എന്ന് പറയുന്നത് പാർട്ട്ണർ ആയിരിക്കും ലാസ്റ്റ് വരെ ഉണ്ടാവുക. ഫാമിലി വേണം, ഫ്രണ്ട്സ് വേണം, എല്ലാവരും ലൈഫിൽ വേണം. പക്ഷേ നമ്മളൊരു കമ്മിറ്റ്മെന്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ പാർട്ട്ണർ തന്നെയാണ്. ആ ഒരു ചിന്ത എന്തായാലും നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളിപ്പോ ഹസ്ബൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്തായാലും ഇപ്പൊ റിയലൈസേഷൻ വന്നിട്ടുണ്ട്. ബാക്കി ആരും തന്നെ ലൈഫ് എൻഡ് വരെ കൂടെ ഉണ്ടാവില്ല. സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ലവേഴ്സ് ആണ്, നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാനിരിക്കുന്ന വ്യക്തികളായിട്ടുണ്ടാകാം. അപ്പൊ എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഡെപ്ത്, അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റീഡിംഗ് വരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ നിങ്ങളുടെ ആ ഒരു സോളിന്റെ ഡെപ്ത് എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണലി നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മനസ്സുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ അറിയാവുന്ന ഒരു ചിന്ത ഇവർക്കുണ്ട്. നിങ്ങളുടെ ഒരു വീക്ക്നെസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ മാത്രമാണ്. ആ ഒരു ബോധം അല്ലെങ്കിൽ ആ ഒരു നല്ല രീതിയിലുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അഹങ്കാരം കൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇതൊക്കെ ചെയ്തത്. പക്ഷേ അവര് പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ, കൈവിട്ടു പോയി. നിങ്ങൾ അത്രയും റിക്വസ്റ്റ് ചെയ്ത് ഇവരുടെ പുറകെ പോയിട്ടും നിങ്ങളെ അവർ മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിങ്ങളും ഒന്ന് ബാക്കിലേക്ക് വലിഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളിപ്പോ നിങ്ങളുടേതായ കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സ്ട്രെങ്ത് ആണ്. നിങ്ങൾ സ്വന്തം കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്ത് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തമായ കാര്യങ്ങളും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട്. അത് ഇവർക്കറിയാം. നിങ്ങൾ മനസ്സുകൊണ്ട് വേദനിക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ നിങ്ങളായിട്ട് ചിലപ്പോൾ ഇനി ചെല്ലില്ല എന്നൊരു തിരിച്ചറിവ് ഈ വ്യക്തിക്കുണ്ട്. കാരണം അത്രത്തോളം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നാണം കെട്ട് പുറകെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു പേഴ്സണെ തിരിച്ചറിവ് ഉണ്ടായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവരെ ചേസ് ചെയ്യൽ പരിപാടി നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ എവിടെയാണോ ചേസ് ചെയ്യൽ പരിപാടി സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളുടെ കാര്യത്തിലേക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത്, അവിടെ മുതൽ ഈ ഒരു പേഴ്സൺ റിട്ടേൺ നിങ്ങളെ ചേസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഓക്കെ. അവർ ഇതുവരെ നിങ്ങളിൽ നിന്ന് റൺ ചെയ്ത് മുന്നോട്ടേക്ക് പോയവരാണെങ്കിൽ ഈ ഒരു ടൈമിൽ ആ ഒരു റണ്ണർ നിങ്ങളെ ചേസ് ചെയ്ത് നിങ്ങളുടെ പുറകെ ചേസ് ചെയ്യാനായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അവരിപ്പോ ആഗ്രഹിക്കുന്നത് എത്രയും വേഗം, അവർക്ക് നഷ്ടബോധം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ ഡെപ്ത് തന്നെയാണ് അവർക്ക് ഇത്രത്തോളം നഷ്ടബോധം തോന്നിക്കുന്നത്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു പ്യുവർ ആയിട്ടുള്ള സ്നേഹം, നിങ്ങളുടെ ആ ഒരു സത്യസന്ധമായിട്ടുള്ള പെരുമാറ്റം, കാര്യങ്ങൾ, നിങ്ങളുടെ ആ ഒരു ബിഹേവിയർ, ഇതൊക്കെ തന്നെയാണ് ഇവരെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ അവരെ അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് ഇവരിപ്പോ ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് സംഭവിക്കണം. അതിന് വേണ്ടിയിട്ട് തന്നാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ശ്രമിക്കണം, പ്രയത്നിക്കണം എന്നൊരു ചിന്ത ഇവരെന്തായാലും സ്ട്രോങ് ആയിട്ട് എടുക്കാൻ തയ്യാറാവുകയാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റീബർത്ത് കൊണ്ടുവരണം. അത് സ്വയം തന്നെ വേണം ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാനായിട്ട്. ഇതങ്ങനെ ഡെത്ത് ആയി പോകേണ്ട, അതായത് പൂർണ്ണമായിട്ടും നിലച്ചു പോകേണ്ട ഒരു ബന്ധമല്ല ഇത്. അങ്ങനെ നിലച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടം സ്വയം തന്നെയാണ്. നിങ്ങൾക്ക് നഷ്ടം ഉണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു വ്യക്തിയുടെ ഒരു കാഴ്ചപ്പാടിൽ ഇവരാണല്ലോ ചിന്തിക്കുന്നത്. അപ്പൊ ഇവര് ചിന്തിക്കുന്നത് സ്വയം എനിക്ക് അത്രയും വലിയൊരു നഷ്ടമായിരിക്കാം ഇത്. കാരണം നിങ്ങളെ പോലൊരു വ്യക്തിയെ ഒരു പക്ഷേ ഇനിയിപ്പോ മീറ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. മാത്രമല്ല നിങ്ങളെ ഇത്രത്തോളം വേദനിപ്പിച്ചത് കൊണ്ട് തന്നെ അതിന്റെ ഒരു കർമ്മ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്നൊരു ചിന്തയും എല്ലാം ഇവർക്ക് നല്ല രീതിക്ക് എന്തായാലും അറിയാം.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരിപ്പോ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റീബർത്ത് കൊണ്ടുവരണം. ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് കത്തിജ്വലിപ്പിച്ച് ഒരു സൺ പോലെ മുന്നോട്ടേക്ക് ഒരു സക്സസിലേക്ക് എത്തിക്കണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എല്ലാ രീതിക്കും ഒരു സക്സസ് പൂർണ്ണമായിട്ടും ഒരു യൂണിവേഴ്സുമായിട്ട് കണക്ട് ആയിട്ട് വളരെയധികം പ്രേ ചെയ്ത് അല്ലെങ്കിൽ പ്രയത്നിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിനെ എല്ലാ രീതിക്കും ഒരു സക്സസിലേക്ക് കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സന്റെ ഉള്ളിൽ ഈ ഒരു ടൈമിൽ തോന്നിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിലെ കാര്യങ്ങൾ ഒരു 85% നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് ചേഞ്ചസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുകയാണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ആ ഒരു പേഴ്സൺ ഇപ്പൊ ഈ ഒരു ടൈമിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയാണെങ്കിലും അവർ നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു ചിന്തകൾ, നിങ്ങൾ ആ ഒരു പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്തുള്ള കാര്യങ്ങൾ, നിങ്ങൾ നിങ്ങൾ ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണോ ഇവർ അന്നേരം ശ്രദ്ധിക്കാതിരുന്നത്, ഇപ്പോ അതെല്ലാം ഓർത്തെടുത്ത് ഇവർ നിങ്ങളെ മനസ്സിലാക്കുകയാണ്. നിങ്ങൾ പറഞ്ഞിരുന്ന അന്നത്തെ ഒരുപക്ഷേ നിങ്ങൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സന്റെ അടുത്ത്, ആവശ്യമില്ലാതെ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ഇടയ്ക്ക് മറ്റുള്ള വ്യക്തികളെ കൊണ്ടുവരരുത്, അല്ലെങ്കിൽ നമ്മളുടേതായ കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യരുത് എന്നൊക്കെ നിങ്ങളായിട്ട് തന്നെ ഈ ഒരു വ്യക്തിയോട് പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ ഇവരത് കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇവരായിട്ട് തന്നെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പൊ ഈ പെട്ടുപോയത് എന്നൊരു സിറ്റുവേഷൻ ഇവർക്കുണ്ട്. ഇപ്പൊ ഇവരെ സംബന്ധിച്ചിട്ട് ഇവരാകെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു കൂടിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന കിളി. പക്ഷെ ഈ ഒരു ചെറിയ വാതിൽ ഇവിടെ ഓപ്പൺ ആണ്. അപ്പൊ ഈ പുറത്ത് നടന്ന് ഈ പറന്ന് നടക്കുന്ന കിളിയെ കാണുമ്പോഴേക്കും ഈ ഒരു കിളിക്ക് വളരെയധികം വിഷമമുണ്ട്, ഇതിനും പറക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന്. പക്ഷെ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. അതിന് ആദ്യം വേണ്ടത് ആ ഒരു ഇന്നർ സോളിന്റെ പവർ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ ഒരു പക്ഷിക്ക് അറിയില്ല ഇതിന്റെ ചിറകുകളുടെ ശക്തി. അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ. അവർക്ക് ഇതുവരെ അറിയണ്ടായിരുന്നില്ല സ്വന്തം ശക്തി എന്താന്നുള്ളത്. അതുകൊണ്ടാണ് അവർ മറ്റുള്ളവരുടെ അടുത്ത് ഒരു സഹായം തേടി അല്ലെങ്കിൽ എല്ലാത്തിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സ്വയം മനസ്സിലാക്കുന്നു, അതോടൊപ്പം നിങ്ങളെ കൂടെ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നു. അവർ എത്രയും വേഗം തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് അതിനൊരു ബോണ്ടിങ്, ഒരു റീബർത്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് സ്വയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കമ്പാരിസൺ വന്നിട്ടുണ്ട്. അവരിപ്പോ പല വ്യക്തികളുമായിട്ട്, അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണെങ്കിൽ അവരുമായിട്ട് നിങ്ങളെയും ആ ഒരു വ്യക്തികളെയും ഒക്കെ വെച്ചിട്ട് ഇവർ കമ്പയർ ചെയ്യുകയാണ്, കമ്പാരിസൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഔട്ട്സൈഡർ തന്നെ നമുക്കിവിടെ വന്നിട്ടുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടിയെ വെച്ചൊക്കെ ഇവർ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളുടെ ആ ഒരു ഡെപ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സിൻസിയാരിറ്റി, നിങ്ങളുടെ ആ ഒരു ജെന്യുവൻ ആയിട്ടുള്ള ക്യാരക്ടർ, ഇതെല്ലാം തന്നെ ഇവർക്ക് ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതിൽ ഇവർക്ക് വളരെയധികം കുറ്റബോധവും വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു മിസ്സിങ്, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ ഈ ഒരു പേഴ്സൺ ഈ ഒരു ടൈമിൽ വളരെയധികം മിസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അവർക്ക് ഇപ്പോൾ ഒരു തരം ഗിൽറ്റ് ഫീൽ ആണ്. സ്വയം തന്നെ ചിന്തിച്ചിട്ട്, അവനവനെ കുറിച്ച് തന്നെ ചിന്തിച്ചിട്ട് ആകപ്പാടെ അയ്യേ എന്നൊരു അവസ്ഥ. കാരണം കയ്യിലിരുന്ന ആ ഒരു മാണിക്യം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇവർക്ക്. okay. കാരണം മാണിക്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഒരു പക്ഷെ അത്രത്തോളം ഭയങ്കരമായിട്ടൊരു ഹൈ ആയിട്ടൊരു എന്താ പറയാ ഫിനാൻഷ്യലി ഭയങ്കര ഹൈ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യലി ഹൈ ആയിട്ടുള്ള വ്യക്തികളും ഇതിൽ ഉണ്ടായിരിക്കാം. ഇവിടെ ഉദ്ദേശിക്കുന്ന മാണിക്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ക്യാരക്ടർ, നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കാം നിങ്ങളുടെ ഒരു ക്യാരക്ടർ ഈ ഒരു വ്യക്തിയോട് എങ്ങനെയായിരുന്നു എന്നുള്ളത്. സ്നേഹത്തിന്റെ ക്യാരക്ടർ. അപ്പൊ നിങ്ങൾക്ക് ദേഷ്യമുള്ള വ്യക്തികളായിരിക്കാം, നിങ്ങൾക്കും നിങ്ങളുടേതായ പോരായ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സ്നേഹബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട്, നിങ്ങളുടെ ഒരു സിൻസിയാരിറ്റി, അതെല്ലാമാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന മാണിക്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ തിരിച്ചറിവ് വന്നപ്പോൾ അവർക്ക് ആകപ്പാടെ ഒരു ഗിൽറ്റ് ഫീൽ ആണ്. നഷ്ടപ്പെട്ടു പോയല്ലോ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമോ, പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുമോ, ആ ഒരു ചിന്തകളൊക്കെ കാട് കയറി ചിന്തിച്ചിട്ട് ഇവർ ആകപ്പാടെ ഓവർ തിങ്കിങ് ആണ്. ഭയങ്കര ഓവർ തിങ്കിങ്, സ്ട്രെസ്, ആങ്സൈറ്റി, ഇതെല്ലാം കൂടെ ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഈ ഒരു ടൈമിൽ മുന്നോട്ടേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലവേഴ്സ് അഗൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ തന്നെയാണ്. നിങ്ങളുമായിട്ട് അഗൈൻ ഒരു നല്ല രീതിക്ക് ഒരു റീയൂണിയൻ ഇനി വേണം. ആ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് ഒരിക്കലും നിലച്ചു പോകാത്ത രീതിയിൽ, ഇൻഫിനിറ്റി, അതായത് ഒരിക്കലും നിലച്ചു പോകാത്ത രീതിയിൽ എല്ലാ രീതിക്കും ഒരു മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ട് അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഫ്ലവറിങ്, അതുപോലെ തന്നെ അബണ്ടൻസ് വന്നിട്ടുണ്ട്. അത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എല്ലാ രീതിക്കും ഒരു ഫ്ലവറിങ് വേണം. അതായത് നല്ല രീതിയിൽ ഇതിനെ പുഷ്പിക്കുന്ന രീതിയിൽ കൊണ്ടുവരണം. ഫ്ലവറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് നിറയെ പൂക്കള്, അതായത് ഒരു പൂന്തോട്ടം, എല്ലാ രീതിക്കും പൂക്കള് കാര്യങ്ങളൊക്കെ, കായ്കളെല്ലാം വിടർന്ന്
സുലഭമായിരിക്കുന്ന സമൃദ്ധി, ആ ഒരു സമൃദ്ധി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന abundance എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇത്രത്തോളം നല്ല രീതിയിൽ ഒരു abundance ഇതിൽ കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ട് സ്വയം എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിക്കും പ്രയത്നിക്കാനായിട്ട് തയ്യാറാണ്. കാരണം അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുകയാണ്. അവർക്കിപ്പോ ഒരു പേടി വന്നിരിക്കുകയാണ്. അവരിപ്പോ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളറിയാതെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു വ്യക്തി ഇപ്പൊ അന്വേഷിക്കുന്നൊക്കെയുണ്ട്. ഇവിടെ ഇന്റൻസിറ്റി വന്നിട്ടുണ്ട്, തീവ്രത, നിങ്ങളുടെ ഒരു ബന്ധത്തിന്റെ തീവ്രത, അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത എല്ലാം മനസ്സിലാക്കിയിട്ട് അവർ നിങ്ങളുടെ പുറകെ ഇപ്പൊ ചേസ് ചെയ്യുകയാണ്. നിങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോലും അറിയാതെ ഒരു നിഴല് പോലെ അവർ നിങ്ങളുടെ പുറകെ ഉണ്ട്. നിങ്ങളുടെ ഓരോ നീക്കങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ പുറകെ തന്നെ അവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് നല്ലപോലെ അറിയാം. കാരണം നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവർ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞത് കൊണ്ടാണല്ലോ ഇത്രത്തോളം ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കിയത്. ഓൾറെഡി ഔട്ട്സൈഡർ വന്നിട്ടുണ്ട്, അതിന്റെ കൂടെ മൊത്തത്തിൽ കൈവിട്ട് പോയൊരവസ്ഥ, നിങ്ങളെ ബ്ലെയിം ചെയ്തു, തിരിച്ച് സ്വയം തെറ്റ് ചെയ്തിട്ട് നിങ്ങളെ ബ്ലെയിം ചെയ്തു. അങ്ങനെ എല്ലാ രീതിക്കും ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങളുടെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു കാഠിന്യം മനസ്സിലാക്കിയിട്ട്, ആ ഒരു തീവ്രത മനസ്സിലാക്കിയിട്ട് അവരിപ്പോ നിങ്ങളുടെ പുറകെ ചേസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ ആണ്, പൂർണ്ണത എത്തിക്കാനായിട്ട് നോക്കുകയാണ് അവര്. ഈ ഒരു റിലേഷൻഷിപ്പിനെ എത്രയും വേഗം നല്ല രീതിക്ക് ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് ടെൻ ഓഫ് കപ്സ് ആണ്, ഫാമിലി. അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി, നിങ്ങൾ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ്. അപ്പൊ എല്ലാ രീതിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഏറ്റവും അധികമായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചിന്തകളെല്ലാം കൂടിയിട്ട് ആകപ്പാടെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് അവരിപ്പോ പോകുന്നത്. നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് അവർക്ക് ഇത്രയും ചിന്തകൾ വന്നിരിക്കുന്നത്. കാരണം കയ്യിലിരുന്ന കാര്യമാണല്ലോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഇനിയിപ്പോ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം അവർക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന ബാക്കിയുള്ള സ്നേഹങ്ങളൊന്നും, അത് എന്തൊക്കെ രീതിയിലുള്ള സ്നേഹങ്ങളാണെങ്കിലും കാലുകൊണ്ട് തന്നെ ചവിട്ടി എറിയുകയാണ്. അതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. ഈ ബാക്കിൽ ഇരിക്കുന്ന കപ്പാണ് നിങ്ങൾ. ആ ഒരു നിറഞ്ഞ കപ്പ് മാറ്റി വെച്ചിരിക്കുകയാണ്. എങ്ങനെ അതിനകത്തേക്ക് എങ്ങനെ ഏത് രീതിയിൽ എത്താം, ഈ ഒരു കുഴിയിൽ ചാടിയിട്ട് ഇപ്പൊ ജസ്റ്റ് കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ എത്രയും വേഗം ഈ ഒരു കാര്യത്തില് നല്ലൊരു രീതിയിലേക്ക് എത്തിക്കണം. വേൾഡ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. പൂർണ്ണതയിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ. okay, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. 35 എന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ ഏജ് ആയിരിക്കാം. ചോതി എന്നൊരു ബർത്ത് സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ചിത്തിര കിട്ടിയിട്ടുണ്ട്. തിരുവോണം വന്നിട്ടുണ്ട്. ലിബ്ര സോഡിയാക് സൈൻ ആണ്. ഫെബ്രുവരി എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. ആയില്യം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ജെ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഒക്ടോബർ വന്നിട്ടുണ്ട്. എൻ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. മാർച്ച് മന്ത് വന്നിട്ടുണ്ട്. എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. കോട്ടയം. വിർഗോ. മകം. യു. പുണർദം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ജാനുവരി വന്നിട്ടുണ്ട്. വിശാഖം എന്നൊരു ബർത്ത് സ്റ്റാർ വന്നിട്ടുണ്ട്. സി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 28 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു ഡേറ്റ് വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ളതായിരിക്കാം. ആലപ്പുഴ വന്നിട്ടുണ്ട്. ജൂലൈ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് ആണ് ജൂലൈ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നിപ്പോ നോക്കുവാണെങ്കിൽ വയനാട് വന്നിട്ടുണ്ട്. ഡിസംബർ വന്നിട്ടുണ്ട്. ജാനുവരി വന്നിട്ടുണ്ട്. അഗൈൻ ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്.
10 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. വരുന്ന 10 ദിവസത്തിനുള്ളിൽ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. പത്തനംതിട്ട വന്നിട്ടുണ്ട്. കെ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ആലപ്പുഴ എഗെയിൻ വന്നിട്ടുണ്ട്. 37 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ലിയോ വന്നിട്ടുണ്ട്. സോഡിയാക് സൈൻ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ വന്നിരിക്കുന്ന ഒരു എനർജീസ്, ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്ത് കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിംഗ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നാളെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.